എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഈ വ്ളോഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. നമ്മൾ കാരണത്തിരുന്ന് സീക്രട്ട് ഏജൻറ്റ് കളിക്കൊന്നുമല്ല കേട്ടോ. അതായത് നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല തരത്തിലുള്ള അവസ്ഥകളും ഉണ്ടാവും. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും കയറ്റവും താഴ്ചയൊക്കെ ഉണ്ടാവും. സാമ്പത്തികമായി നമ്മൾ തകർന്ന് താറുമാറായിട്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് എവിടുന്നെങ്കിലും ഒരു ചെറിയ പൈസ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കടം മേടിച്ചിട്ടായാലും നമ്മൾ എവിടുന്നെങ്കിലും കുറച്ച് പൈസ മേടിക്കുമ്പോൾ അത് ചിലവാകാനായിട്ട് ഒരു വഴി എങ്ങനെ പൊട്ടിമുളച്ച് വരുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. ഈ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ 5 നയ പൈസ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. അതിന് പെണ്ണുമ്പിള്ളെ നമ്മൾ കൺവിൻസ് ചെയ്ത് പെണ്ണുമ്പിള്ളയുടെ നിന്ന് സ്വർണം മേടിച്ച് പണയം വെച്ച് ഒരു 10,000 രൂപ നമ്മൾ പണയം വെച്ച് പൈസ ഉണ്ടാക്കി. എന്നാൽ പിന്നെ വീട്ടിലേക്ക് പല വലിയ സാധനങ്ങൾ മേടിക്കാമല്ലോ എന്ന് എഴുതി കാറി കയറി ഇരുന്നപ്പോൾ ആണ്ട്ര കിടക്കുന്നൊരു പണി. ഒന്നാമത്തെ പണി എന്ന് പറഞ്ഞു ഈ ഒരു വാണിംഗ് ഉണ്ടോ, ഇത് മറ്റേ എൻജിൻ കൂളായെന്നുള്ളതിൻ്റെ എൻജിൻ ഹീറ്റായി വാണിംഗ് ആണത്. എൻജിൻ ഭയങ്കരമായിട്ട് ചൂടായി നിൽക്കുന്നു. അതെന്ത് ചെയ്തിട്ട് ഓഫ് ആകുന്നില്ല. ഓടാത്ത വണ്ടിയിൽ എൻജിൻ എന്ത് ചെയ്തിട്ടാണ് ഹീറ്റായി നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മാത്രമല്ല, നമ്മൾ വണ്ടിയിൽ കയറി കീ ഓൺ ചെയ്യുമ്പോഴത്തേനും വണ്ടി ടക്കേ എന്ന് പറഞ്ഞിട്ട് ലോക്കാവും. അങ്ങനെ ലോക്കാവും, നമ്മൾ വണ്ടി ഓടിക്കും, നമ്മൾ എവിടെയെങ്കിലും പോവും, കീ ഓഫ് ചെയ്യും, അൺലോക്ക് ആവും, നമ്മൾ ഇറങ്ങും. വണ്ടി ഞാൻ കയറി, കീ തിരിച്ചു, വണ്ടി ടക്കേ എന്ന് പറഞ്ഞ് ലോക്കായി. പക്ഷേ ഈ സുനാപ്പി അങ്ങ് ഇളകിപ്പോയി. കണ്ട, ഇത് പുറത്തോട്ട് ഇറങ്ങി വരുന്നതുമില്ല, അകത്തേക്ക് കയറി പോകുന്നതുമില്ല, ഈ വണ്ടി ഒട്ട് അൺലോക്ക് ആകുന്നതുമില്ല. ഐ ആം ഇൻ ദ ട്രാപ്പ് ഇൻസൈഡ് ദ കാർ ഗൈസ്. അതായത് ഞാൻ ഇനി ഈ വണ്ടിക്കകത്തുനിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇത് ഷോറൂമിൽ കൊണ്ട് കാണിച്ച് ഇതിൻ്റെ ലോക്ക് മാറ്റിയെങ്കിലേ പുറത്തിറങ്ങാൻ പറ്റും. മറ്റേ ബോയിങ്ങിനകത്ത പോലെ ആ BGM ഇട്ടുകൊണ്ട് ഈ ജനാലയിൽ കൂടെ ഇറങ്ങാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. എന്തൊരവസ്ഥയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഇത് നമ്മൾ കണ്ടക ശനി, 7.5 ശനി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ജീവിതകാലം മൊത്തം ശനി ഇങ്ങനെ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുമോ? അതൊരു വല്ലാത്ത ശനിയുടെ അപഹാരം തന്നെ. ഇത് എനിക്ക് ഇടയ്ക്കിടയ്ക്കുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം. അതായത് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു കസ്റ്റമറിന് പാവമില്ല, അയാൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അയാൾക്ക് ചികിത്സിക്കുമ്പോൾ പൈസ കത്തില്ലല്ലോ എന്ന് കരുതി ഞാൻ അയാൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തു. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് ഇതേപോലെ തൊടുന്നതെല്ലാം പൊന്നാകും എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തൊടുന്നതെല്ലാം കുരുവായിട്ട് വരുന്നൊരു സാഹചര്യം ഇതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും കുറച്ച് നാളുകൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും അതേ സാഹചര്യത്തിലാട്ടോ. അപ്പോൾ ഞാൻ ഇയാൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തു. ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തപ്പോഴത്തേനും 12,000 രൂപയുടെ കോട്ടാണ് വന്നത്. പുള്ളി ഓക്കെ പറഞ്ഞു. ക്യാൻസർ കെയർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഇൻഷുറൻസ് കൊടുത്ത് പേയ്മെൻറ്റ് ലിങ്ക് വന്നപ്പോഴത്തേനും 12,000 രൂപ പ്ലസ് 12,000 സംതിങ് ആയിരുന്നു, ഒരു 13,000, ഒരു 800 രൂപയോളം പുള്ളിക്ക് കൂടി വന്നു. ഈ കൂടിയെന്ന് പറഞ്ഞ് ഇതിൻ്റെ എന്തോ ടാക്സ് GST ചെയ്തണ്ട സാറേ, ഇതുപോലെ 13,000 എന്ന് പറഞ്ഞു. ആ ഓക്കേടാന്ന് പറഞ്ഞു. നമ്മുടെ ഈ കസ്റ്റമർ 13,000 രൂപ ഓക്കെ പറഞ്ഞു. മനു പേയ്മെന്റ് ചെയ്തു, മനു ഞാൻ ലിങ്ക് അയച്ചു തരാം മനു എന്നൊക്കെ പറഞ്ഞ് പേയ്മെന്റ് ചെയ്തു. 13,000 ഓക്കെ ആയി. പുള്ളിക്ക് ബില്ല് വന്നപ്പോഴത്തേനും ഈ 12,000 രൂപയുടെ പേപ്പറാണ് വന്നത്, പ്ലസ് GST എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ വന്നു. പുള്ളി ഇപ്പോൾ വന്നിട്ട് എനിക്ക് 12,000 തരാൻ പറ്റും, ബാക്കി 1,000 രൂപ മനു തിരിച്ചു തരണം. അപ്പോഴും നമ്മൾ ഇതേ 5 നയ പൈസ കയ്യിലില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ അയക്ക് എപ്പോഴും 1,000 രൂപ എടുത്തിട്ട് കൊടുക്കും. ഇയാൾ ബാങ്കിൽ വന്നിട്ട് പറഞ്ഞ പ്രശ്നം ലാസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി വിട്ട് അയാൾക്ക് ആ ട്രീറ്റ്മെന്റ് വന്നു കേട്ടോ. പിന്നീട് പുള്ളിക്ക് അസുഖം വന്നു. ഒരു 10,000-70,000 രൂപയുടെ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്ത് ഇൻഷുറൻസിൽ നിന്നുള്ളതാണ് നടന്നത്. പക്ഷേ നമ്മളതിനകത്ത് അനുഭവിച്ചൊരു മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സമ്മർദ്ദമായിരുന്നു. എൻ്റെ തലപ്പത്തിരുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര കാര്യമാണ് പുള്ളിക്ക്. എന്നെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലമുള്ള ദേഷ്യമുണ്ട്. അത്രയ്ക്ക് സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് എന്നെക്കുറിച്ച് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുമ്പോൾ എന്തായിരിക്കും ഒരു അവസ്ഥ? അതുപോലൊരു അവസ്ഥയാണിപ്പോൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ തൊടുന്നതെല്ലാം പ്രശ്നമാണ്. ആർക്കും നല്ലത് വിചാരിച്ച് എന്തെങ്കിലും ചെയ്താലും പ്രശ്നമാണ്, ആർക്കെങ്കിലും ചീത്ത വിചാരിച്ച് എന്തെങ്കിലും ചെയ്താലും അത് ആപ്പായിട്ട് തിരിച്ചെനിക്ക് വന്നിരിക്കും. വാട്ട് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ ഇതുപോലത്തെ അതിമനോഹരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കുവെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാം.